എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 1-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ രാജ്യം പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ എല്ലാ ആളുകളെയും ബാധിക്കുന്ന പലവിധ കാര്യങ്ങളുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ 9-ാം തീയതി നടക്കുന്നത്. ഏപ്രിൽ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. മറ്റേത് ഏപ്രിൽ 1 എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം ആരംഭം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ പലവിധ മാറ്റങ്ങളും ഉണ്ട്. അതൊക്കെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിലെല്ലാം വ്യക്തമാകുന്നതാണ്. പിന്നെ ഗ്യാസ് വില മാറ്റം വരും. അത് എല്ലാ മാസവും 1-ാം തീയതി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധ പശ്ചാത്തലത്തിൽ ഗ്യാസ് വില ഉയരാനുള്ള സാധ്യത ഉണ്ട്. ഈ മാസത്തെ ഒരു പ്രത്യേകത ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാം എന്നുള്ളതാണ്. ഏപ്രിൽ 4 മുതൽ ഇത് വാങ്ങി തുടങ്ങാം. ഇരട്ടി വിഹിതങ്ങൾ വാങ്ങാം. പക്ഷേ ഇരട്ടി വിഹിതം വാങ്ങുമ്പോൾ അടുത്ത മാസം അത് കിട്ടില്ല, ബാക്കിയുള്ളത് അടുത്ത മാസത്തേത് കിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ മാസത്തേത് മാത്രം വാങ്ങി അടുത്ത മാസത്തേത് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങണമെങ്കിൽ അതും വാങ്ങാം. മെയ് 30 വരെ ഇതിന് സമയം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ പോലും മെയ് 30 വരെ സമയം ഉണ്ട്. പിന്നെ ഈ മാസത്തെ ഒരു പ്രത്യേകത മെയ് മാസങ്ങളിലെ പെൻഷൻ കയ്യിൽ വിതരണം ഏപ്രിൽ 5 മുതൽ അല്ലെങ്കിൽ ഏപ്രിൽ 4 വൈകുന്നേരം മുതലായിരിക്കും ആരംഭിക്കുക. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അവധികൾ വരുന്നത് തുടക്കത്തിൽ തന്നെ അവധികളുണ്ട്. അതായത് 2-ാം തീയതിയും 3-ാം തീയതിയും അവധിയാണ്. അത് കഴിഞ്ഞ് 15-ാം തീയതി വിഷു അവധിയും വരുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് അവധി 9-ാം തീയതിയും അവധിയാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ പുതിയ സാമ്പത്തിക വർഷമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാകും. ATM ഇടപാടുകൾക്ക് ചാർജ് കൂടുകയാണ്. സൗജന്യ പരിധി കഴിഞ്ഞാലുള്ള എല്ലാ ഇടപാടുകൾക്കും ചാർജ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാൻ കാർഡിന്റെ പുതിയ പരിഷ്കരണങ്ങൾ നാളെ മുതൽ നടപ്പിലാകുകയാണ്. പുതിയ പാൻ കാർഡ് എടുക്കുന്നതിന് ആധാർ കാർഡ് മാത്രം പോരാ. SSLC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് രേഖയായിട്ട് നൽകണം. ഇടപാടുകൾക്ക് പാൻ കാർഡ് ഉപയോഗിക്കുന്നതിലും ഇളവ് വരുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ അത് നടപ്പിലാകും. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാവുന്ന തരത്തിലുള്ള റേഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 4 മുതൽ മെയ് 30-ാം തീയതി വരെയാണ് റേഷൻ വാങ്ങാൻ കഴിയുക. ഇത് ആദ്യമായിട്ടാണ് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നത്. കൂടുതൽ അരി ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാസം, അതായത് 2024 ഏപ്രിൽ മാസം ഇലക്ഷൻ നടക്കുന്ന മാസമാണ്. ഇതിനു മുമ്പ് വാങ്ങുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 60 കിലോ അരിയും അതുപോലെ തന്നെ മറ്റ് 10 കിലോ ഭക്ഷ്യധാന്യങ്ങളും, പിങ്ക് റേഷൻ കാർഡിനും ഇത്രയും 1 കിൻഡൽ വരെ അരിയും, നീല റേഷൻ കാർഡിനും ഇരട്ടി അരിയും എല്ലാം ലഭിക്കുന്നതാണ്. പക്ഷെ ബ്രൗൺ റേഷൻ കാർഡിന് ഈ 2 മാസത്തേക്ക് തുച്ഛമായിട്ടുള്ള വിഹിതങ്ങൾ മാത്രമാണുള്ളത്. 1 മാസത്തേക്ക് 4 കിലോ ആട്ട കഴിഞ്ഞ ഈ ഒരു മാർച്ച് മാസത്തിൽ ലഭിച്ചത് 2 മാസത്തേക്ക് 6 ആട്ടാക്കി ചുരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ഇരട്ടി വാങ്ങാം. എന്തൊക്കെയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നോക്കുന്നത്. ആദ്യത്തെ അറിയിപ്പ്, മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 31 കൂടിയിട്ട് അവസാനിക്കുന്നതാണ്. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ആദ്യ പ്രവൃത്തി ദിവസം എന്നിങ്ങനെ അവധി ആയിരിക്കും. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം 4/4/2026 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 4 മുതൽ മെയ് 30 വരെയും വാങ്ങാം. ഇത്രയും ദിവസം റേഷൻ വാങ്ങാൻ ഉണ്ട് എങ്കിലും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ലഭിക്കുകയാണ്. സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഒരുമിച്ച് വാങ്ങാൻ കഴിയുന്നതാണ്. ഈ കാലയളവിൽ ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ AAY കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള കാർഡിന് 1/2 ലിറ്ററും വാങ്ങാവുന്നതാണ്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിനും ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. എല്ലാ റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതമാണ് ഇനി പറയുന്നത്. AAY കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസ വിഹിതവും ഒരുമിച്ച്
ആകെ 60 കിലോ അരി 30 ചേർത്താണ് അരിയും 4 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പഞ്ചസാര വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പില്ല. സാധാരണഗതിയിൽ 1 കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഉണ്ടാവാറുണ്ട്. മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും ഒരുമിച്ച് ചേർത്ത് ഓരോ വ്യക്തിക്കും 8 കിലോ വീതം അരിയും 2 കിലോ വീതം ഗോതമ്പും ലഭിക്കുന്നതാണ്. അങ്ങനെ 10 കിലോ ഭക്ഷ്യധാന്യമാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക. 10 അംഗങ്ങളുള്ള വീട്ടിലേക്ക് 20 കിലോ ആണ് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുക. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട എന്നുള്ള നിരക്ക് ഓരോ മാസത്തേക്കും ഉള്ളത്. 8 കിലോ ഗോതമ്പ് കുറച്ച് പകരം 8 പാക്കറ്റ് ആട്ടയാണ് ഈ കാലയളവിൽ ലഭിക്കുക. നീല റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ വിഹിതവും മുൻകൂട്ടി ചേർത്ത് 4 കിലോ വീതം അരിയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക. ഇതിന് 4 രൂപ വീതമാണ് നൽകേണ്ടത്. കൂടാതെ NPS നീല റേഷൻ കാർഡിന് ഏപ്രിൽ മെയ് മാസത്തിൽ സ്പെഷ്യൽ അരി ആകെ 5 കിലോ 2 കിലോ ഏപ്രിൽ മാസത്തേതും മെയ് മാസത്തെ 3 കിലോയും ചേർത്ത് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാം. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 2 മുതൽ 6 വരെ 17 രൂപ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മെയ് മാസത്തേക്ക് 6+4 10 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുക. താലൂക്ക് ലഭ്യതയ്ക്കനുസരിച്ച് 2 മുതൽ 6 വരെ കിലോ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. NPI ബ്രൗൺ റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് 2 മാസത്തേക്കുള്ളത് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. 2 ആട്ട വരെ 17 രൂപ നിരക്കിലും ലഭിക്കും. ഇങ്ങനെയാണ് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏകദേശം 58 ദിവസത്തോളം ഈ റേഷൻ വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് തുക ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം കുറവുണ്ടായിരുന്ന 300, 200, 500 ഒക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് മുഴുവൻ ലഭിച്ചിട്ടുണ്ടാകും, ചില ആളുകൾക്ക് ഒരു ഗഡു 300 അല്ലെങ്കിൽ 200 ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. ബാക്കി തുക വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണമായിട്ടും പെൻഷൻ എത്തി. ഇനി കയ്യിലാണ് വിതരണം ആരംഭിക്കേണ്ടത്. 5-ാം തീയതി മുതലായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുക. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോൾ മുതൽ തന്നെ, അതായത് നാളെ മുതൽ തന്നെ തുക വിതരണം നടക്കും. കാരണം അവിടെ ബാങ്കിൽ സ്റ്റോക്കുള്ള കയ്യിൽ നിന്നും സർവീസ് സഹകരണ സംഘങ്ങൾ പെൻഷൻ എടുത്തു കൊടുക്കുന്ന രീതി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നേരത്തെ ലഭിക്കും. അവർ ഭൂരിഭാഗം സ്ഥലങ്ങളിലും 5-ാം തീയതി മുതൽ 9-ാം തീയതിക്കുള്ളിലായിക്കൊണ്ട് ആ ഒരു തുക എല്ലാവർക്കും വീട്ടിൽ എത്തുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ.